ഇന്നത്തെ നമ്മുടെ റെസിപ്പി പ്രോൺസ് തിക്കയാണ്. അപ്പോൾ ഞാനിവിടെ 1 കിലോ പ്രോൺസ് ഇതുപോലെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തലഭാഗം എടുത്തിട്ടില്ല. നിങ്ങൾക്ക് തലയുടെ ഭാഗം മുഴുവനായിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ അതിനുശേഷം നമുക്കിതിനുള്ള മാരിനേഷൻ തയ്യാറാക്കാം. അതിനായിട്ട് ഒരു 4 ടേബിൾ സ്പൂണോളം പുളിയില്ലാത്ത തൈര് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണ് ഗരം മസാല, അതുപോലെ തന്നെ നമുക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂണ് മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള കുറച്ച് കുരുമുളക്, ഏകദേശം ഒരു 1.5 ടീസ്പൂണോളം കുരുമുളക് പൊടിയും, പിന്നെ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് കുറച്ച് ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പ്രോൺസിന് ആവശ്യമായുള്ള ഉപ്പ് അത് വീഡിയോയിൽ വിട്ടുപോയതാണ്. അതിനുശേഷം ഒരു 1/2 ചെറുനാരങ്ങയുടെ ജ്യൂസും അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പ്രോൺസ് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ പ്രോൺസ് ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു അരിപ്പയിലേക്ക് മാറ്റിയിട്ട് ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വാർന്നതിന് ശേഷം വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം അതുപോലെ തന്നെ സവാളയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാളയും ക്യാപ്സിക്കവും ഇതുപോലെ ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് ചേർക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ ഏകദേശം ഒരു 2 മണിക്കൂറെങ്കിലും മിനിമം നിങ്ങൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഫ്രിഡ്ജിൽ താഴത്ത് വെച്ചാലും മതി. ഇനി നമുക്കിത് സ്ക്വയറിലേക്ക് കോർത്ത് വെക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് വെള്ളത്തിലിട്ട് വെച്ച സ്ക്വയറാണ് എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇത് ഞാൻ ഈ ഒരു രീതിയിലാണ് കോർത്ത് വെക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ ഒരു പീസ് ക്യാപ്സിക്കം, അതുപോലെ സവാള, പിന്നീട് ഒരു 3 പ്രോൺസ്, പിന്നെ ക്യാപ്സിക്കം സവാള അങ്ങനെയാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ക്യാപ്സിക്കം സവാള വെച്ച് കൊടുക്കുന്ന രീതിയിൽ വേണമെങ്കിൽ അങ്ങനെയും സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ മുഴുവൻ ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഓവൺ പ്രീ ഹീറ്റ് ചെയ്യാനും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓവണിലല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രിൽ പാനിലോ അല്ലെങ്കിൽ ഫ്രൈങ് പാനിലോ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 10 മിനിറ്റ് ഓവൺ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഈ ഒരു വയർ റാക്കിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുപോലെ താഴത്ത് ഡിപ്പിംഗ് ട്രേയിൽ നമുക്ക് ഇതിന് എക്സസ് ആയിട്ടുള്ള മസാലയൊക്കെ താഴത്ത് ഡിപ്പ് ട്രേയിലായിട്ട് വരും. ഇനി ഇത് ഒരു 20 മിനിറ്റ് കൊണ്ട് കുക്കായി വരും. 10 മിനിറ്റ് ആകുമ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരും. അപ്പോൾ നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഇതുപോലെ ഒന്നങ്ങ് ഗ്രീസ് ചെയ്ത് കൊടുക്കുക, മുകളിലായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു 10 മിനിറ്റ് കൂടി കുക്ക് ചെയ്താൽ മതി. മുകളിലും താഴത്തും വരുന്ന കോയിൽ ചൂടാകുന്ന രീതിയിലാണ് ഞാൻ ഗ്രില്ല് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രൈ പാനിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പ്രോൺസ് തിക്ക റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.